സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് കത്തയച്ചു. 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, സർക്കാർ ലഹരിക്കെതിരെ കൊണ്ടുവന്ന വലിയ ഒരു പദ്ധതിയായിരുന്നു ഈ സൂംബ ഡാൻസ് പദ്ധതി. ഇതിനെതിരെ വലിയ രീതിയിൽ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ചും സാമുദായിക പശ്ചാത്തലമുള്ള രാഷ്ട്രീയ സംഘടനകൾ പോലും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. എന്താണ് നിലവിൽ ടി.കെ. അഷ്റഫിനെതിരായി ചൂണ്ടിക്കാണിക്കുന്ന കുറ്റം? അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രതികരണം, സ്കൂളിന്റെ നിലപാട് എന്താണ്? അതുപോലെ തീർച്ചയായും ഈ ഒരു സൂംബ ഡാൻസ് പദ്ധതിയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് നിരവധി സാമുദായിക സംഘടനകൾ നേരത്തെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫും സമാനമായ രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പവസ്ത്രമിട്ട് തുള്ളുന്നതാണോ സൂംബ ഡാൻസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ ഈ ഒരു പരാമർശം അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായില്ലത് മാത്രമല്ല, തന്റെ മകനും ഈ ഒരു പദ്ധതിയോടുകൂടി ചേരില്ലെന്നും തന്റെ സ്കൂളിൽ ഇത് നടപ്പിലാക്കിയെന്നും തനിക്ക് ഇതിനോടൊപ്പം യോജിക്കാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ടി.കെ. അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹം കുറിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് പങ്കുവെക്കുന്നതോടുകൂടി തനിക്കെതിരെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചാലും അത് നേരിടാൻ താൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളും ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിനോടകം തന്നെ ഇദ്ദേഹത്തിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ, ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവ് ആയിട്ടുണ്ട്. പാലക്കാട്ടെ PKMUPS എടത്തനാട്ടുകരയിലെ അധ്യാപകനാണ് ഈ അഷ്റഫ്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ സൂംബ ഡാൻസിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നതും. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ PKMUP സ്കൂൾ അധ്യാപകനായ അഷ്റഫ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിനെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അഷ്റഫിനെതിരെയുള്ള ജോലിയിൽ നിന്ന് അച്ചടക്ക നടപടി സ്വീകരിച്ച് 24 മണിക്കൂറിനകം കാര്യാലയത്തിലേക്കും അതുപോലെ തന്നെ മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂംബ പരിശീലകരോട് മാപ്പ് പറയേണ്ടത്, അതായത് ഇതിനു ശേഷം വന്നൊരു പോസ്റ്റാണ്. സൂംബ പരിശീലകരോട് മാപ്പ് പറയേണ്ടത് പ്രശ്നം ഉന്നയിച്ചവരോ അതോ അത് കൊണ്ടുവന്നവരോ എന്നുള്ളതാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണിതെന്നും സൂംബ പരിശീലകർ പറയുന്നത് ഇതാണ്: കേരളത്തിലെ ആകെ ട്രെയിനിങ് ലഭിച്ച പരിശീലകർ 270 എണ്ണം മാത്രമാണെന്നും കൃത്യമായ പരിശീലനം ഇല്ലാതെ ഇത് സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുമെന്നും ഇത്തരം കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നതെന്നും അധ്യാപകർക്ക് ഏതാനും മണിക്കൂർ നേരം കൊണ്ട് നൽകുന്ന പരിശീലനം കൊണ്ട് അവർ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്നും സൂംബ ഡാൻസ് ലിബറൽ സംസ്കാരത്തിലേക്ക് കുട്ടികളെ നയിക്കുമെന്ന് പറയുന്നവരോട് എന്ത് ചർച്ച എന്ന് ചോദിക്കുമ്പോൾ, സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പോലും ചർച്ച നടത്തിയിട്ടില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെയായിരുന്നു ഈ വിമർശനങ്ങൾ ടി.കെ. അഷ്റഫ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്പവസ്ത്രമിട്ട് തുള്ളുന്നതാണ് ഇത്തരത്തില് സൂംബ ഡാൻസ് എന്നൊരു വിചിത്രമായ ഒരു വിവാദം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണെന്നും ഇത്തരം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റാണ് ടി.കെ. അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അഷ്റഫ് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഷ്റഫിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതില്ല. ശരി അഭിന, സർക്കാർ കൊണ്ടുവന്ന സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് കത്തയച്ചിട്ടുണ്ട്. അല്പവസ്ത്രം ഇട്ടുകൊണ്ട് തുള്ളുന്നതാണോ സൂംബ എന്നുള്ളൊരു അപകീർത്തികരമായ, അതുപോലെ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പരാമർശമായിരുന്നു ടി.കെ. അഷ്റഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ടി.കെ. അഷ്റഫിന്റെ ഈ പരാമർശത്തിൽ 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് കത്തയച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അഭിനയാണ്.